നമുക്ക് ഇന്നൊരു 1/2 കിലോ ചക്ക പഴുത്തതെടുത്ത് ചക്കപ്രഥമൻ ഉണ്ടാക്കാം. അതിനായി 4 നാളികേരത്തിൻ്റെ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുത്ത് വയ്ക്കുക. വൃത്തിയാക്കി വെച്ച ചക്കച്ചുളയും 3-ാം പാല് കുറേശ്ശെയായി ഒഴിച്ച് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുക. 1/2 കിലോഗ്രാം ശർക്കര 1 കപ്പ് വെള്ളത്തിൽ ഉരുക്കാൻ വയ്ക്കുക. കറുത്ത ശർക്കരയാണെങ്കിൽ പ്രഥമന് നല്ല നിറം കിട്ടും കേട്ടോ. എനിക്ക് കളറ് കുറവുള്ള ശർക്കരയാണ് കിട്ടിയത്. അടി കട്ടിയുള്ള ഉരുളി അടുപ്പ് വെച്ചിട്ട് ചൂടാക്കുക കേട്ടോ. അടുപ്പിലാണെങ്കിൽ പെട്ടെന്ന് പായസം വറ്റി കിട്ടും. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് കോരുക. പിന്നീട് 1/2 മുറി നാളികേരം ചെറുതായി എരിഞ്ഞത് അതിലിട്ടിട്ട് അതും വറുത്ത് കോരുക കേട്ടോ. എന്നിട്ട് അതേ ഉരുളിയിലേക്ക് നമ്മൾ അരച്ച് വെച്ച ചക്ക ഇട്ട് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി വെന്ത് വന്ന് വെള്ളമൊക്കെ നന്നായി വറ്റി വരണം. ഈ പരിവാകുമ്പോൾ നമ്മൾ ഉരുക്കി വെച്ച ശർക്കര അതിലേക്ക് അരിച്ചൊഴിക്കുക. ശർക്കരയിലുള്ള കരടൊന്നും അതിൽ വീഴാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അരിച്ചൊഴിക്കുന്നത്. ഇനി ശർക്കര നന്നായി വെള്ളം വറ്റി കുറുകി വരുമ്പോൾ അതിലേക്ക് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച മിക്സ് ചേർത്ത് ഇളക്കുക. ഇത് നന്നായി കറുത്ത നിറമാകുമ്പോൾ 2-ാം പാൽ ഒഴിച്ച് ഇളക്കുക. ഇത് തിളച്ച് കുറുകൽ നമ്മുടെ അളവിനനുസരിച്ച് പാകമായി വരുമ്പോൾ നമ്മൾ 1-ാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച കിസ്മിസും അണ്ടിപ്പരിപ്പും നാളികേരമൊക്കെ കൂടി അതിൽ ചേർത്ത് ഇളക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചക്കപ്രഥമൻ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.